കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും വലിയ ഞെട്ടലോടെയും വേദനയോടെയും കേട്ട വാർത്തയായിരുന്നു ട്രെയിനിൽ TTE കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് കാരണം തന്റെ ഔദ്യോഗിക ജോലി ആത്മാർത്ഥതയോടെ നിർവഹിച്ചതും. ഗോവിന്ദച്ചാമി സൗമ്യയെ കൊല ചെയ്ത അതേ ട്രെയിൻ പാതയിൽ തന്നെ മറ്റൊരു കൊലപാതകം കൂടി. പലപ്പോഴും ഇത്തരം വാർത്തകൾ വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാറുണ്ടെങ്കിലും കുറച്ചു കഴിയുമ്പോൾ എല്ലാവരും എല്ലാം മറക്കും, അടുത്ത ഒരു അപകടം എത്തും വരെ. ട്രെയിനിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും ട്രെയിനിലെ പല നിയമങ്ങളും ചിഹ്നങ്ങളും അറിയില്ല. ഒരു അപകടം നടന്നാൽ എന്തു ചെയ്യണമെന്ന് നമുക്കറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ട്രെയിനിലെ അപായ ചങ്ങല എന്തിനാണെന്നും അവയുടെ പ്രവർത്തനം എങ്ങനെയാണെന്നും നമ്മളിൽ എത്ര പേർക്കറിയാം? ട്രെയിനിനുള്ളിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും കാണുന്ന ഒന്നാണ് ട്രെയിനിന്റെ കോച്ചുകളുടെ ഭിത്തിയിൽ ട്രെയിൻ നിർത്താൻ ടു സ്റ്റോപ്പ് ദ ട്രെയിൻ പുൾ ദ ചെയിൻ എന്ന എഴുത്തും അതിനോടൊപ്പമുള്ള ചുവന്ന ലിവറോട് കൂടിയ അപായ ചങ്ങലയും. ഇന്ത്യൻ റെയിൽവേ പോലെ ലോകത്തിലുള്ള റെയിൽവേകളിൽ ഇത്തരം അപായ ചങ്ങലകളും ധാരാളമുണ്ട്. ഏറ്റവും മുൻപിൽ എഞ്ചിൻ, അതിന് പിന്നിലെ വരികളായി 20-ലധികം കോച്ചുകൾ, ഏറ്റവും പിന്നിൽ ട്രെയിനിന്റെ ഗാർഡ് കോച്ച്. ഇതാണ് ഏകദേശം ഒരു ഇന്ത്യൻ ട്രെയിനിന്റെ ഘടന. ട്രെയിനിന്റെ നിയന്ത്രണം മുന്നിലിരിക്കുന്ന ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ എഞ്ചിൻ ഡ്രൈവർ, ഏറ്റവും പിന്നിലുള്ള ഗാർഡ് എന്നിവരുടെ കൈകളിലാണ്. എന്നാൽ ഒരു യാത്രാ ട്രെയിനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളതാകട്ടെ എഞ്ചിനും ഗാർഡ് കോച്ചിനും ഇടയിലുള്ള കോച്ചുകളിലും. അതുകൊണ്ട് തന്നെ ഒരു അപായമോ അത്യാഹിതമോ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ ഈ കോച്ചുകളിലാണ്. ഒരു അത്യാഹിതം ഉണ്ടായാൽ ആളുകൾക്ക് എങ്ങനെ എഞ്ചിൻ ഡ്രൈവറെ ട്രെയിൻ നിർത്തണം എന്നറിയിക്കാനാകും? അത്തരം ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാനാണ് ഇന്ത്യൻ റെയിൽവേ ഇങ്ങനെ ഒരു ചങ്ങല പ്രദാനം ചെയ്തിരിക്കുന്നത്. ഒരു അത്യാഹിതമോ അപകടമോ സംഭവിച്ചാൽ യാത്രക്കാർ ചെയ്യേണ്ടത് വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രമാണ്. അവർ യാത്ര ചെയ്യുന്ന കോച്ചിൽ സ്ഥാപിച്ചിരിക്കുന്ന അപായ ചങ്ങല ഒന്ന് വലിക്കുക മാത്രം ചെയ്താൽ മതി. ആ ചങ്ങലയുടെ കൂടെ കാണുന്ന അറിയിപ്പിൽ കാണുന്നത് പോലെ ചങ്ങല വലിച്ചാൽ ട്രെയിൻ നിൽക്കും. ഇനി അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് പാസഞ്ചർ എമർജൻസി അലാം സിഗ്നൽ ഡിവൈസ്, രണ്ടാമത്തത് പാസഞ്ചർ എമർജൻസി അലാം വാൽവ്. ഇവ രണ്ടും ട്രെയിനിന്റെ ബ്രേക്ക് പൈപ്പുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ബ്രേക്ക് പൈപ്പിലെ മർദ്ദം കുറയുമ്പോഴാണ് ബ്രേക്ക് പ്രയോഗിക്കപ്പെടുന്നത്. ട്രെയിനിന്റെ ഭിത്തികളിൽ കാണുന്ന ഈ ചെയിൻ അല്ലെങ്കിൽ ചങ്ങല അല്ലെങ്കിൽ പിസിറ്റ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. യാത്രക്കാരൻ ചങ്ങല വലിക്കുമ്പോൾ പിസിറ്റ് സിസ്റ്റത്തിന്റെ വാൽവിലുള്ള വായു മർദ്ദം നഷ്ടമാകുന്നു. അതുവഴി ബ്രേക്ക് പൈപ്പ് മർദ്ദം നഷ്ടമാകുകയും ഭാഗികമായി ട്രെയിനിൽ ബ്രേക്ക് പ്രയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. ലോക്കോ ക്യാബിനിലെ മീറ്ററിൽ ഇത് ശ്രദ്ധിക്കുന്ന എഞ്ചിൻ ഡ്രൈവർ ട്രെയിൻ പെട്ടെന്ന് നിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. ട്രെയിനിലെ ബ്രേക്ക് വാക്വം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വാക്വം കൊണ്ടാണ് ബ്രേക്ക് വലിച്ച് വീൽ സ്വതന്ത്രമാക്കി വെച്ചിരിക്കുന്നത്. ബോഗികൾ തമ്മിൽ ഘടിപ്പിക്കുമ്പോൾ വണ്ടി വലിക്കാൻ ആവശ്യമായ ഭീമൻ കൊളുത്തുകൾക്ക് പുറമെ ഓരോ റബ്ബർ ഹോസ് കൂടി ചേർക്കുന്നുണ്ട്. ഇതാണ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടുപോകുന്ന വാക്വം ലൈൻ. ഈ ബ്രേക്ക് എഞ്ചിൻ ബോഗികളിൽ മാത്രമല്ല ഓരോ ബോഗിയുടെയും അടിയിലുള്ള ഓരോ ചക്രത്തിലും പ്രവർത്തിക്കുന്നു. അപായ ചങ്ങല വലിക്കുമ്പോൾ ഈ വാക്വം ചോരുന്നത് കൊണ്ട് ബ്രേക്കുകൾ താനെ വീഴുകയും തീവണ്ടി നിൽക്കുകയും ചെയ്യുന്നു. അപായ ചങ്ങല വലിച്ച് ഒരു ട്രെയിൻ നിർത്തേണ്ടി വന്നാൽ എഞ്ചിൻ ഡ്രൈവർ ആ വിവരം ട്രെയിനിലെ ഗാർഡിനെയും മറ്റുള്ള ജീവനക്കാരെയും, അതായത് റെയിൽവേ പോലീസ്, RPF, TTE എന്നിവരെയും അറിയിക്കും. ട്രെയിൻ നിന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നറിയാൻ ഗാർഡും മറ്റും ഇറങ്ങി പരിശോധിക്കും. ചെയിൻ വലിച്ചത് ഏത് കോച്ചിൽ നിന്നാണെന്നറിയാൻ പല മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ട്രെയിനുകളിൽ ചങ്ങല വലിച്ചത് ഏത് കോച്ചിൽ നിന്നാണെന്ന് അറിയാൻ സഹായിക്കുന്ന തരത്തിൽ ഇൻഡിക്കേഷൻ ലൈറ്റുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഒരു അത്യാഹിതം അല്ലെങ്കിൽ എമർജൻസി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അപായ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്താം. ചങ്ങല വലിച്ച് ട്രെയിൻ നിന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ട്രെയിനിലെ ഉദ്യോഗസ്ഥർ കോച്ചിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിയും. എന്നാൽ അനാവശ്യമായ ഒരു സാഹചര്യത്തിലാണ് ചങ്ങല വലിച്ചതെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. ഇന്ത്യയിലെ ട്രെയിൻ യാത്രക്കാരിൽ ചങ്ങല വലിക്കുന്നതിൽ കൂടുതലും അനാവശ്യമായ കാര്യങ്ങൾക്കാണ്. അതായത് സ്റ്റോപ്പ് ഇല്ലാത്ത ഒരു സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി ഒരു യാത്രക്കാരൻ ചെയിൻ വലിച്ചേക്കാം. എന്നാൽ ഇങ്ങനെ ചങ്ങല വലിക്കുന്നത് ശിക്ഷാർഹമാണ്. അനാവശ്യമായി ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുന്നത് 1000 രൂപ പിഴയോ 3 വർഷം വരെ ജയിലിൽ ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്.
കാരണമില്ലാതെ യാത്രക്കാർ അപായച്ചങ്ങല വലിക്കുന്നത് ഇന്ത്യൻ റെയിൽവേക്ക് വലിയ തലവേദന തന്നെയാണ്. പല ട്രെയിനുകളും നദികൾക്ക് കുറുകെയുള്ള പാലത്തിലും തുരങ്കത്തിലും നിൽക്കാറുണ്ട്. റെയിൽവേ ജീവനക്കാർ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ് ട്രെയിൻ ഗതാഗതം പിന്നീട് പുനഃസ്ഥാപിക്കുന്നത്. ചങ്ങല വലിച്ച് എഞ്ചിൻ നിർത്തിയാൽ അത് വീണ്ടും പ്രവർത്തിക്കണമെങ്കിൽ ജീവനക്കാർ ചങ്ങല വലിച്ച കോച്ചിലെത്തി നോബ് റീസ്റ്റാർട്ട് ചെയ്യുന്നതുൾപ്പെടെയുള്ള അതിന്റെ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തണം. പാലത്തിലും തുരങ്കത്തിലും കോച്ചിന് അടിയിലേക്ക് കടന്ന് ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരുന്നത് സമയനഷ്ടം മാത്രമല്ല, റെയിൽവേ ജീവനക്കാരുടെ ജീവൻ തന്നെ അപകടം വരുത്തും. ചങ്ങല വലിക്കുന്നതിന് പകരം തീവണ്ടി ഓടിക്കുന്ന എഞ്ചിൻ ഡ്രൈവറുടെയും അസിസ്റ്റന്റ് ഡ്രൈവർമാരുടെയും മൊബൈൽ നമ്പറുകൾ കോച്ചുകളിൽ പ്രദർശിപ്പിക്കാൻ ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ യാത്രക്കാർക്ക് ഈ നമ്പറുകളിലേക്ക് വിളിച്ച് തീവണ്ടി നിർത്താൻ ആവശ്യപ്പെടാം. കൂടാതെ കോച്ചുകളിൽ വാക്കി ടോക്കികളുമായി ഉദ്യോഗസ്ഥരുടെ സേവനവും 3 കോച്ചുകൾക്ക് ഒരു ഉദ്യോഗസ്ഥൻ എന്ന കണക്കിൽ ഈ സേവനം ലഭ്യമാക്കുന്നതും റെയിൽവേയുടെ പരിഗണനയിലാണ്. അടുത്തൊരു അപകടം എത്തുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം പ്രവൃത്തിയാകുമെന്ന് പ്രതീക്ഷിക്കാം.